അങ്ങനെ കുറേ നാളത്തെ ജോലി തിരക്കുകൾക്ക് ശേഷം ഇന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഞങ്ങൾ വന്നിരിക്കുന്ന വില്ലേജ് മാളിലാണ്. നമ്മൾ സ്ഥിരം വരാറുള്ളതാണ്. ഇപ്രാവശ്യം അതൊന്ന് ചെറിയൊരു വീഡിയോ ആക്കി എടുക്കാമെന്ന് തോന്നി. കാരണം ഇസുവിൻ്റെ കളികളും കാര്യങ്ങളൊക്കെ പിന്നീട് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇസു ഇവിടെ വില്ലേജ് മാളിൽ എത്തിയപ്പോൾ തൊട്ട് ഓട്ടം തുടങ്ങിയതാണ്. കുറേ കാലത്തിന് ശേഷമാണ് അവളെ ഞങ്ങൾ പുറത്തിറക്കുന്നത്. അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. അവൾ വില്ലേജ് മാളിൽ ഒച്ചപ്പാട് ഉണ്ടാക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മുണ്ട്, ആൻറ്റിയുണ്ട്, പിന്നെ കൂടെ ജോമോനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ വില്ലേജ് മാളിൽ കൂടെ നടക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഉള്ളത്, നമ്മുടെ ടീം എല്ലാവരും ഉണ്ട്. വെയ്സൽ, ബിസ്മി, ജോസഫ്, റേച്ചൽ, പിന്നെ എൽസ, ദിലീപ്, അവരെല്ലാവരും ഉണ്ട്. പക്ഷെ അവരെല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ട്. ആക്ച്വലി നമ്മളോട് നേരത്തെ എത്താൻ പറഞ്ഞതാണ്. 2 മണിക്ക് എത്താൻ പറഞ്ഞതാണ്. സമയം 3 മണിയായി. ഞങ്ങൾ ആടി തൂങ്ങി എത്തിയപ്പോഴത്തേക്കും അസ് യൂഷ്വൽ ടൈം ലേറ്റായി. പിന്നെ നല്ല വില്ലേജ് മാളിനുള്ളിൽ കൂടെ കയറി അവരുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും പാർക്കെന്ന് എഴുതിയ ഒരു ലെറ്ററിൻ്റെ ഇതൊക്കെ കണ്ടു. അവിടെ നിർത്തി 2-3 ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇസുവിന് സമ്മതിക്കുന്നില്ല. അവളുടെ ഫുഡ് ഇപ്പോൾ കയ്യിൽ നിന്ന് നിലത്ത് വീണുപോയി. അവൾക്ക് വേറെ ഫുഡിന് വേണ്ടിയിട്ട് അവൾ അമ്മുവിൻ്റെ പുറകെ നടന്ന് കരച്ചിലാണ്. വേറെ ഒരു ബിസ്ക്കറ്റിൻ്റെ പീസ് അമ്മ കൊടുത്തു. അത് കൊടുത്തപ്പോഴത്തേക്ക് അവൾ ഓക്കെ ആയി. പിന്നെ ഈ നടത്തം പിന്നെയും തുടങ്ങി. അവളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൾ കാണുന്ന കടകളിലൊക്കെ ഒളിഞ്ഞു നോക്കി. ചില കടകളിലേക്ക് ഉള്ളിലേക്ക് ഓടി കയറും അവൾ. ഞങ്ങളെ ആരെയും പിടിക്കാൻ സമ്മതിക്കുന്നൊന്നുമില്ല. അവൾക്ക് സ്വന്തം ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കണം. അവളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളെ കൊണ്ട് സത്യം പറഞ്ഞാൽ മടുത്തു. വന്ന് കയറിയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും മടുത്തു എന്ന് പറയുന്നത് മോശമാണ്. പക്ഷെ നിവൃത്തിയില്ല. കാരണം അവൾ അത്രയ്ക്കും കുസൃതിയായിരുന്നു. അന്നേരം ഞങ്ങൾ അവളെയും കൊണ്ട് പതുക്കെ അവരുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് അവരുടെ അടുത്തേക്ക് എത്താനായി. അവരുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. അവരെന്തൂരത്ത് നിങ്ങൾക്ക് കാണാം. പതുക്കെ നോട്ടൻ ഇസുവിനെ കണ്ടതേ ഓടി വന്നു. അവനെന്തൊക്കെയോ അവളോട് പറയുന്നുണ്ട്. പക്ഷെ ഇസു ആണെങ്കിൽ ഒരു മൈൻഡും ഇല്ല. വലിയ ജാടക്കാരിയെ പോലെ മുഖവും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പാവനോട്ടൻ അവളുടെ അടുത്ത് വന്ന് കുറേ അവളോട് കൂട്ടുകൂടാൻ നോക്കുന്നുണ്ട്. ഇസു ഒരു വിധത്തിലും അനങ്ങുന്നില്ലേ. അവളും ജാട പിടിച്ച് നിൽക്കുക. അവരെ രണ്ടുപേരെയും അവിടെ വിട്ടിട്ട് ഞങ്ങൾ പതുക്കെ അപ്പുറത്തേക്ക് നീങ്ങി. എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസു പിന്നെ ജോമോൻ്റെ കയ്യെ പിടിച്ച് അങ്ങോട്ടേക്കോ പോകുന്നുണ്ട്. ആക്ച്വലി ഞങ്ങളെല്ലാവരും ഇന്ന് വന്നത് ബിസ്മി ഒരു റീൽസ് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ്. റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇതിൻ്റെ പുറമെ ഇങ്ങനെ എത്ര എടുത്താലും പെർഫെക്റ്റ് ആവില്ല. ആ സമയമായപ്പോഴത്തേക്കും ജോസഫും എത്തി. പിന്നെ പിള്ളേരെല്ലാവരും കൂടെ നല്ല ഓട്ടമായിരുന്നു മാളിൻ്റെ ഉള്ളിൽ കൂടി. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, മെലീസുവിനെയും നോനും പിടിച്ച് പതുക്കെ ഞങ്ങൾ സ്ട്രോളറിൽ അങ്ങ് ഇരുത്തി. അതാകുമ്പോൾ പിന്നെ അവരെങ്ങോട്ടേക്ക് ഓടൂലല്ലോ. അത് കഴിഞ്ഞ് തുടങ്ങി ബിസ്മീൻ്റെ ഡാൻസ് പ്രാക്ടീസ്. ബിസ്മി ഓരോരുത്തരെയും പിടിച്ച് അവർക്കുള്ള സ്റ്റെപ്പും കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. കുറേ പേര് സൈഡായി മടുത്ത് അവിടെ ഇവിടെ ഇരുന്ന് കമൻ്റ് അടിക്കാൻ തുടങ്ങി ബിസ്മീൻ്റെ ഡാൻസിനെ കുറിച്ച്. എൽസ പിള്ളേരെ നോക്കാൻ വേണ്ടി എൽസനെ ഞങ്ങൾ ഏൽപ്പിച്ചു. എൽസ അവിടെ ഇരുന്ന് അവരെയും കളിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും ഓരോ സൈഡിൽ കൂടെ നിന്ന് ഡാൻസിൻ്റെ ഓരോ സ്റ്റെപ്പ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു സ്ഥലത്തു നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് കെട്ടും പാണ്ടമൊക്കെ ആയിട്ട് ഞങ്ങളത് നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മളുടെ ടീം. എല്ലാവരും ഉണ്ട്. എല്ലാവരും ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ അവിടെ നിന്ന് ആദ്യം നിന്ന ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പം അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നു. അവർ ലേഡീസ് മാത്രമായിട്ട് സ്റ്റെപ്പ് വേണമെന്നും പറഞ്ഞ് അവരങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോഴും പിള്ളേരാരും അടങ്ങി നിൽക്കുന്നില്ല. എല്ലാവരും ഇതിലൊക്കെ നല്ല ഓട്ടമാണ്. ഇസു ആണെങ്കിൽ ഓരോരുത്തരുടെയും കൈയും പൊക്കി പിടിച്ച് ഓരോരുത്തരുടെ കൂടെ പോകുന്നു. മെലിയൂസ് നോനുവിനെ സ്ട്രോളറിൽ ഇരുത്തി തള്ളുന്നു. അവരവരുടേതായ കുസൃതികൾ കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ. ബിസ്മി എടുത്ത റീൽസൊക്കെ നോക്കി അപ്രൂവൽ കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കടലോരത്ത് കാറ്റ് കൊള്ളുന്ന 2 ആളെ ഞങ്ങളങ്ങനെ ഡാൻസൊക്കെ കളിച്ചും മടുത്തു. അങ്ങനെ ആൻറ്റിക്കൊരു ചായ കുടിക്കണമെന്നും പറഞ്ഞ് ഞാൻ ആൻറ്റീനെയും കൂട്ടി ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നു. അപ്പോഴത്തേക്കും അവരെല്ലാവരും പ്രാക്ടീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ
ചായയൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ പതുക്കെ അവിടുന്ന് പിരിഞ്ഞു.